അഡ്വക്കേറ്റ് ആസഫ് അലിയാണ് നമുക്കൊപ്പം ചേരുന്നത്. അഡ്വക്കേറ്റ് ആസഫ് അലി, വെരി ഗുഡ് മോർണിംഗ്. ഒരു സാങ്കേതിക പ്രശ്നമുള്ളത്, ഇപ്പോൾ ഇത് സർക്കാർ തന്നെ നിയോഗിച്ചിരിക്കുന്ന 162 പ്രകാരം നിയോഗിച്ചിരിക്കുന്ന ഒരു കമ്മീഷനല്ല, ആ കമ്മിറ്റിയുടെ ഒരു ഓത്തൻറ്റിക്കായ റിപ്പോർട്ടാണിത്. ആ റിപ്പോർട്ടിൽ ഒരു തൊഴിലിടത്തിൽ നടന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നുവെന്ന് മാത്രവുമല്ല, അതിലെ തെളിവുകൾ, എവിഡൻസായി വാട്സപ്പ് ചാറ്റുകളും ദൃശ്യങ്ങളും ഓഡിയോ തെളിവുകളും ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഒരു കുറ്റകൃത്യത്തിൻ്റെ തെളിവ് സർക്കാരിൻ്റെ കയ്യിലിരിക്കെ സർക്കാർ അതിനുമേൽ ഒരു കോൺക്ലേവ് നടത്തി പിരിയുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യം ഒരു വശത്ത്. രണ്ടാമത്തത്, എന്താണ് അതിന് മുന്നിലുള്ള നിയമസാധ്യത? സർക്കാരിൻ്റെ നിലപാട് കോൺക്ലേവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിയലി എ ഷെയിം. കാരണം ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു സീരിയസ് കോഗ്നിറ്റീവ് ഒഫൻസ് ആണ്. വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ദിസ് ഈസ് എൻ ഒഫൻസ് അഗെയിൻസ്റ്റ് സൊസൈറ്റിയാണ്. ഇതിൽ ഈ പരാതിക്കാരോ പ്രതികളോ എന്നതല്ല പ്രശ്നം. സമൂഹത്തിനെതിരെ വന്നിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന്റെ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇഗ്നോർ അബൌട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരമാണ് പുറത്തു വന്നത് എങ്കിൽ, ഒരു ലൈംഗിക അരാജകത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ സർക്കാരിന് ഈ 4.5 കൊല്ലം അനങ്ങാതിരുന്ന മാതിരി മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഡോക്ടർ അരുൺ, നിങ്ങൾക്കറിയാമല്ലോ, പുതിയ BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അതിലൊരു 173 ഉണ്ട്. അതറിയുമോ എന്താണെന്ന്? അതിൽ പറയുന്നത്, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് കുറ്റകൃത്യം നടന്ന വിവരങ്ങൾ അറിഞ്ഞാലും, ഏത് പോലീസ് സ്റ്റേഷനും, ആസാമിലാണ് കുറ്റകൃത്യം നടന്നതായിട്ട് എറണാകുളത്തെ പോലീസിന് വിവരം കിട്ടിയാൽ പോലീസ് ഷാൾ രജിസ്റ്റർ. അതാണ് 0 FIR. 0 FIR പ്രാബല്യത്തിലിരിക്കുന്ന ഒരു കാലത്താണ് പറയുന്നത് ഇത്തരം ഗുരുതരമായ സ്ത്രീത്വത്തിന്റെ, സ്ത്രീകൾക്കെതിരെ കടന്നാക്രമണം, അവർക്കെതിരെ ആക്രമങ്ങൾ, ലൈംഗിക ആക്രമങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ക്യാൻ ദ പോലീസ് സിംപ്ലി സിറ്റ് ഐഡിൽ? പോലീസിന് അനങ്ങാതിരിക്കാൻ പറ്റുമോ? ഒരു ടെലിഫോണിൽ കൂടി ഒരു മെസ്സേജ് വരുന്നു പോലീസ് DGPക്ക്, ഇന്ന സ്ഥലത്ത് ഒരു സ്ത്രീകൾക്കെതിരെ കടന്നാക്രമണം നടത്തിയിരിക്കുന്നു, ലൈംഗികാക്രമണം നടത്തിയിരിക്കുന്നു, ലൈംഗിക പീഡനം നടന്നിരിക്കുന്നു. ക്യാൻ ദ പോലീസ് സിംപ്ലി സിറ്റ് ഐഡിൽ? പറ്റില്ല. ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്, ഇന്നലെ തന്നെ ആദ്യത്തെ പരാതി DGPക്ക് കൊടുത്തിരിക്കുന്നു. അബിൻ വർക്കിയാണ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഇനി പോലീസിന് എന്തായാലും അതിന്മേൽ നടപടി എടുത്തേ പറ്റൂ. 0 FIR ഇടണം. പോലീസ് FIR രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല, ഗവൺമെന്റിന് ഒരു ചുമതലയുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ സംഭവങ്ങളെല്ലാം കേരളത്തിൽ മാത്രം നടന്ന സംഭവമല്ല, ഒരു ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ള ഒരു സംഭവമാണ്. കേരളത്തിന് പുറത്തും ഷൂട്ടിംഗ് സൈറ്റിലാണ് പല സംഭവങ്ങളും നടന്നിരിക്കുന്നത്. അപ്പൊ കേരള പോലീസിന് മാത്രം, പശ്ചിമ ബംഗാൾ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് അതാണ്, ഏതെല്ലാം കേസിൽ CBI അന്വേഷണം നടത്താം. ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ള കേസിൽ CBI അന്വേഷണം നടത്തണം, നടത്തിയേ തീരൂ. പോലീസിന് പരാതി വേണ്ട ആവശ്യമില്ല. ഈ സ്വകാര്യത എന്ന് പറയുന്നത് പ്രതികൾക്കല്ല, വിക്ടിമിനാണ്. പുതിയ നാഗരിക സന്നിധിയിൽ പറയുന്നത് വിക്ടിമിന്റെ പേര്, വിക്ടിമിന്റെ മൊഴി റെക്കോർഡാക്കുന്നത് വരെ അവര് വീട്ടിൽ വെച്ചേ നടത്താവൂ. പോലീസ് അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാൻ പാടില്ല. അവരെ പോലീസ് സ്റ്റേഷനിൽ അവരെ വീട്ടിൽ പോയി അവരെ മാതാപിതാക്കളുടെ ഒരു നിമിഷം ബീനാപ്പോൾ മാം ഉണ്ടെങ്കിൽ, മാമിന് ധൃതിയുണ്ടെന്ന് എനിക്കറിയാം. ഒരു കാര്യം, ഇപ്പോൾ അസഫ് അലി ചൂണ്ടിക്കാണിച്ചതുപോലെ 0 FIR ഇടാൻ കഴിയുന്ന ഒരു കാലത്താണ്, പുതിയ നിയമപരിഷ്കാരം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇതൊരു ഡിജിറ്റൽ ഡോക്യുമെന്റായി പ്രചരിച്ചു കഴിഞ്ഞു. ഒരു FIR ഇടാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 0 FIRന്റെ ഒരു BNSS പ്രകാരമുള്ളൊരു സാധ്യത നിലനിൽക്കേ നമുക്കൊരു നിയമ നടപടി അല്ലാതെ മറ്റെന്താണ് സാധ്യത? അതായത് അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് സംഘടനാപരമായ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളുടെ യോഗം വേണം. ഞാൻ ബീനാപ്പോൾ മാഡത്തോട് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്നു, ഇതിൽ നിയമ നടപടികളല്ലാതെ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ബീനാപ്പോൾ മാം? എനിക്ക് നല്ല ഹോപ്പുണ്ട് കേട്ടോ. നീതി ഓഫ് കോഴ്സ് വേണം. ഓഫ് കോഴ്സ് യു നീഡ് ത്രൂ ലോ, യു നീഡ് ജസ്റ്റിസ്. But I am more concerned because I'm not a legal expert, and I think there are legal experts like
Asaf Ali. Asaf Ali, who just spoke, who will look at this and will take it forward. But we as an organization at the moment are looking for this kind of legal support to look into the issues, but we are very interested in also systemic change, other kinds of change. Legal option is one option. That's an option, open option for you. അതൊക്കെയാണോ? വെൽ വി ഹാവൻ ഡിസ്കസ്, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പക്ഷേ അതൊരു ലോയർ option ആണ്. ഡിസ്കസ് ചെയ്യണം. Okay. WCCയുടെ ലോക്കൈ സ്റ്റാൻഡേർഡ് എന്താണ്? മേ ബി. ഓക്കെ, താങ്ക് യു ബീനാപ്പോൾ മാം, thanks a lot. ഇപ്പോൾ അസഫ് അലി ഉണ്ട്. അസഫ് അലി തുടരുകയാണ്. അസഫ് അലി, താങ്ക് യു അരുൺ, താങ്ക് യു.